ഇത്രത്തോളം അവിടെ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഇതുവരെയ്ക്കും അറിയില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ താങ്ങില്ല, നമുക്കറിയാം. കാരണം ആർക്ക് താങ്ങാം? ഞാൻ തന്നെ അത് ഉൾക്കൊണ്ടതെന്ന് പറഞ്ഞാൽ ഒരുപാട് ദിവസം എടുത്ത് ഉൾക്കൊണ്ടായിരുന്നു. ഈ പറയുമ്പോൾ ആ സിൻജോ ജോൺസൺ കണ്ണനാളത്തിൽ കുത്തിപ്പിടിച്ച് ചവിട്ടിപ്പിടിച്ച് പൊട്ടിച്ചു എന്ന് പറയുമ്പോഴേ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. അത് നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏകദേശം ഒരു മാസത്തോളമായിരിക്കുകയാണ് സിദ്ധാർത്ഥന്റെ മരണം നമ്മൾ അറിഞ്ഞിട്ട്. ഇതുവരെയും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേഷൻസുകൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പ്രതികളെ പിടികൂടിയിട്ടുണ്ട്. പ്രതികൾ പലരും ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിലുണ്ട്. പക്ഷേ ശക്തമായ ഒരു തെളിവുകളോ അല്ലെങ്കിൽ ശക്തമായ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നില്ല. CBI അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ആ കുടുംബത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് എന്നാണ്. ആ അമ്മയും ആ സിദ്ധാർത്ഥന്റെ സഹോദരനും അച്ഛനും ഒക്കെ തന്നെയും ഇപ്പോഴും അതേ വേദനയിൽ നിൽക്കുകയാണ്. സിദ്ധാർത്ഥന്റെ അച്ഛൻ ഇനി ഗൾഫിലേക്ക് ഒരു മടക്കമില്ല, തന്റെ മകന് നീതി ഉറപ്പിക്കാതെ താൻ എങ്ങനെ ഗൾഫിലേക്ക് മടങ്ങിപ്പോകുമെന്നാണ് ചോദിക്കുന്നത്. സിദ്ധാർത്ഥന്റെ അമ്മ ഇപ്പോൾ TV ഒന്നും കാണാറില്ല, വാർത്തകൾ കേൾക്കാറില്ല, മനഃപൂർവ്വം തന്നെ വാർത്തകൾ കേൾപ്പിക്കാൻ തയ്യാറാകാറുമില്ല. കാരണം സിദ്ധാർത്ഥൻ അനുഭവിച്ച കൊടും ക്രൂരതകൾ, പീഡനങ്ങൾ, വേദനകൾ ഒന്നും തന്നെ സിദ്ധാർത്ഥന്റെ അമ്മ നാളിതുവരെയും അറിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. സിദ്ധാർത്ഥന്റെ മരണാനന്തര കർമ്മങ്ങളൊക്കെ ചെയ്തത് സിദ്ധാർത്ഥന്റെ അനിയനാണ്. ഈ കർമ്മം നടന്ന പിറ്റേ ദിവസം സിദ്ധാർത്ഥന്റെ അനിയന് പരീക്ഷയും ഉണ്ടായിരുന്നു. ആ സ്കൂളിൽ ആ അനിയൻ എത്തിയപ്പോൾ എല്ലാവരും വേദനയോടുകൂടിയാണ് അവനെ നോക്കിയത്. ഇപ്പോഴും ഒരു ഇരുണ്ട മുറിയിൽ അടച്ചിരിക്കാനാണ് അവൻ ഇഷ്ടപ്പെടുന്നത് എന്നാണ് അച്ഛൻ പറയുന്നത്. ഈ എല്ലാ പ്രതികൾക്കും ഒരു വധശിക്ഷയെങ്കിലും, എല്ലാ പ്രതികൾക്കില്ലെങ്കിലും പ്രധാനമായിട്ടുള്ള 3 പ്രതികൾക്കെങ്കിലും വധശിക്ഷ നൽകുന്നതുവരെ തൻ്റെ പോരാട്ടം തുടങ്ങുമെന്ന് തന്നെയാണ് അച്ഛൻ പറയുന്നത്. അതുപോലെ തന്നെ ഈ അത്യപൂർവമായ കേസുകളിൽ മാത്രമേ ഇത്തരത്തിൽ തൂക്കുകയർ കൊടുക്കുകയുള്ളൂ. ഇങ്ങനെയല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അത്യപൂർവമായി മാറുന്നത്? തൊണ്ടനാളം ഇടിച്ചു തകർക്കുകയും അതുപോലെ തന്നെ തലയോട്ടിയിലടക്കം വലിയ രീതിയിലുള്ള മർദ്ദനങ്ങൾ ഉണ്ടാകുന്നു, നട്ടലടക്കം തകർക്കുന്ന ഒരു സാഹചര്യം. ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാണ് അത്യപൂർവമാകുന്നത്? അതുവരെ തൻ്റെ പ്രയത്നം തുടരുമെന്ന അച്ഛൻ വളരെ വേദനയോടുകൂടി കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. ഒരു അപകടം എന്നൊക്കെ പറയുമ്പോൾ സെക്കൻഡുകൾ കൊണ്ടൊരു മനുഷ്യൻ മരിക്കുന്നു, അത് ഒരു പക്ഷേ ഉൾക്കൊള്ളാൻ പെട്ടെന്നൊരു കുടുംബത്തിന് കഴിഞ്ഞേക്കാം. പക്ഷേ ഇവിടെ സിൻജോ ജോൺസൺ എന്ന കൊടും ക്രിമിനൽ സിദ്ധാർത്ഥൻ്റെ കണ്ടനാളത്തിലേക്ക് വിരൽ കുത്തിയിറക്കി പിന്നീട് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കഴിയാത്ത തലത്തിൽ സിദ്ധാർത്ഥൻ എത്തിയെന്ന റിപ്പോർട്ടുകൾ കണ്ടു. കാശിനാഥൻ ഒരു ലഹരിക്കടിമയായ പോലെ പെരുമാറി, അത്തരം റിപ്പോർട്ടുകൾ കണ്ടു. അതിക്രൂരമായി മർദ്ദിച്ച ചില വിദ്യാർത്ഥികളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കണ്ടു. ഇതൊക്കെ കണ്ട് കൈകൊട്ടിച്ചിരിക്കുന്ന പെൺകുട്ടിയുടെ വാർത്ത കാണുന്നു. എങ്ങനെ ഇതൊക്കെ ഒരമ്മ എന്ന നിലയിൽ ഷീബയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നു? ഇതേക്കുറിച്ച് ഷീബ അറിയുന്നുണ്ടോ? ഈ വാർത്തകൾ കാണുന്നുണ്ടോ? ഇങ്ങനത്തുള്ള ഈ ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ പലതും അവൻ്റെ അമ്മയ്ക്ക് അറിയില്ല. വാർത്തകൾ കാണാറില്ല, വാർത്തകൾ നമ്മൾ കാണിക്കാറില്ല. കാര്യം അവിടെ നടന്ന TV വാർത്തകളോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ കാണിക്കാറില്ല. വീട്ടിൽ TV വെക്കാറില്ല. അല്ലെങ്കിൽ അവൻ്റെ അമ്മ ഉറങ്ങിക്കഴിഞ്ഞിട്ട് കുറച്ച്, അല്ലെങ്കിൽ നമ്മൾ വളരെ സൗണ്ട് കുറച്ച് മാത്രമേ ഇതിലെ കാര്യങ്ങൾ അറിയാനായിട്ട്, ന്യൂസിൽ എന്തുണ്ട് അല്ലെങ്കിൽ ഇന്ന് പറയുന്നു അതറിയാനായിട്ട് വയ്ക്കുന്നുള്ളൂ. അവൻ്റെ അമ്മയ്ക്ക് അവിടെ നടന്നിട്ടുള്ള പകുതി കാര്യങ്ങളും അറിയില്ല, അറിഞ്ഞാൽ താങ്ങാനുള്ള ശക്തിയില്ല. അതുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെ റാഗിങ്ങിലോട് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്, റാഗിങ്ങിനോട് പറഞ്ഞ് അവർക്കെന്തോ കയ്യബദ്ധം പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുക. പക്ഷേ ഇത്രയും 3 ദിവസം തുടർച്ച ഇതൊന്നും അറിയില്ല. 3 ദിവസം അവനെ റാഗ് ചെയ്തു, 3 ദിവസം അവരെ റൂമിലുണ്ടായിരുന്നു എന്ന് മാത്രമേ അറിയാം. ചെയ്തിട്ടുള്ള ക്രൂരതയൊന്നും അറിയില്ല. ഇത്രത്തോളം അവിടെ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഇതുവരെയ്ക്കും അറിയില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ താങ്ങില്ല, നമുക്കറിയാം. കാരണം ആർക്ക് താങ്ങാം? ഞാൻ തന്നെ അത് ഉൾക്കൊണ്ടതെന്ന് പറഞ്ഞാൽ ഒരുപാട് ദിവസം എടുത്ത് ഉൾക്കൊണ്ടായിരുന്നു. ഈ പറയുമ്പോൾ ആ സിൻജോ ജോൺസൺ കണ്ണനാളത്തിൽ കുത്തിപ്പിടിച്ച് ചവിട്ടിപ്പിടിച്ച് പൊട്ടിച്ചു എന്ന് പറയുമ്പോഴേ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. അത് മനുഷ്യനായിട്ടുള്ള സഹിക്കുമോ? അത് അച്ഛനാവട്ടെ അമ്മയാവട്ടെ അല്ലെങ്കിൽ കണ്ടോണ്ടിരിക്കണാവട്ടെ ആർക്കും സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ്, ഇത്രയും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പം താങ്കൾ പറഞ്ഞ മാതിരി ഒരു ചെറിയൊരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ വലിയ ആക്സിഡൻറ്റോ, ഒരു എന്താ പറയുക, ഒരു അസുഖം വന്നതിനെങ്കിലും ആരുടെയും മക്കളെ മരണം നമുക്ക് സഹിക്കാൻ പറ്റില്ല. എന്നാൽ പോലും കുറച്ച് ദിവസം നമ്മൾ പൊരുത്തപ്പെട്ടു പോകും. ഇതുപോലെ ഒരു അരമണിക്കൂറോട് സംഭവിച്ചത്. സിന്ധുവിൻ്റെ സഹോദരൻ്റെ സ്ഥിതി എന്താണ്? സിന്ധുവിൻ്റെ അവന് 2-3 ദിവസം അവൻ ആരോടും ഒന്നും മിണ്ടില്ലായിരുന്നു. അവനൊന്ന് കരഞ്ഞെങ്കിൽ, ആരെങ്കിലും ഒന്ന് കരഞ്ഞെങ്കിൽ മതിയായിരുന്നു. അവനൊന്നും കരയില്ല, ഒന്നും ചെയ്യില്ല.
ആ ഒരേ ഇരിപ്പിരിക്കും. അവൻ ആ എക്സാം സമയമായിരുന്നു അപ്പോഴേ ബോർഡ് ഇതിൻ്റെ CBSE ഈ സംഭവം അവൻ്റെ അടക്കം കഴിഞ്ഞ് അവൻ്റെ സംസ്കാരം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ്റെ 3 ദിവസം കഴിഞ്ഞിട്ട് എക്സാം തുടങ്ങുന്നത്. എക്സാം തുടങ്ങി, എക്സാമിന് അറ്റൻഡ് ചെയ്തു, റിസൾട്ടൊന്നും വന്നിട്ടില്ല. പക്ഷേ എങ്ങനെ വരും എന്നുള്ളത് നമുക്കറിയില്ല. ഞാൻ അവന് ടെസ്റ്റ് എടുത്ത് നോക്കാനോ അല്ലെങ്കിൽ പഠിക്കാനോ നമ്മളെങ്ങനെ പറയും അവനോട് പഠിക്കാനായിട്ട്? ഈ അവനാ ചടങ്ങുകൾ ചെയ്തത് ഏറ്റവും അത് ദുഃഖം അതാ. അവ സംസ്കരിക്കാനുള്ള ചടങ്ങുകളും കുള്ളി വെച്ചതും എല്ലാം സിദ്ധാർത്ഥൻ്റെ അനിയനാണ്. എന്നിട്ട് അവൻ ചെന്നിട്ട് 3ാമത്തെ ദിവസം അവൻ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോയത്. എങ്ങനെ അവൻ സമാധാനിപ്പിക്കും? അവൻ്റെ ടീച്ചേഴ്സ് വരെ അവൻ ക്ലാസ്സിലോട്ട് പോയപ്പോൾ കരഞ്ഞു പോയി എന്നാണ് ഞാൻ അറിഞ്ഞത്. അവൻ ക്ലാസ്സിലോട്ട് കയറി പോയപ്പോഴേ ആരും റിക്കവറായിട്ട് ഇതുവരെ വന്നിട്ടില്ല. 1 മാസം വരെ ആയിട്ടില്ലല്ലോ, 1 മാസം വരെ കഴിഞ്ഞു. അതിൽ നിന്നും ആ ഷോക്കിൽ നിന്ന് വന്നിട്ടില്ല. ശരിക്കും മരിച്ചു പോകണമെന്നുണ്ട് അങ്ങനെ വിശ്വസിക്കാന്നുണ്ടെങ്കിൽ വിശ്വസിക്കാം. അല്ലെങ്കിൽ ആക്സിഡൻ്റ് ആണെങ്കിൽ താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ, അതാണെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് പൊരുത്തപ്പെട്ടു പോകാം. ഈ 3 ദിവസം വരെ എന്താ പറയുക, അങ്ങ് തിരിച്ച് ഗൾഫിലേക്ക് മടങ്ങാനുള്ള അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ആലോചിച്ചോ? എനിക്ക് എൻ്റെ ജോലി അവിടെയാണ്, അവിടെ നിന്നാണ് ഞാൻ വന്നത്. എന്നാലും തിരിച്ച് അങ്ങനെ പെട്ടെന്ന് മടങ്ങി ജോലിക്ക് അവിടെ തന്നെ പോയേ പറ്റുള്ളൂ. പെട്ടെന്ന് മടങ്ങി പോകാനും ഉദ്ദേശിക്കുന്നില്ല. കാര്യം അത് ഭാര്യ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്നത് മാത്രമല്ല, അത് നോക്കാനായിട്ട് ചിലപ്പോൾ ഇവിടെ ആൾ അവിടെ ബന്ധുക്കളോ കാര്യങ്ങളോ കാണും. അതല്ല എൻ്റെ പ്രധാനം. ഇത് ചെയ്തവന്മാർക്ക് ഈ ചെയ്തവരാരാണോ, ഈ കൊലപാതകം ചെയ്ത SFI എന്നുള്ള ഈ ക്രിമിനൽ സംഘടന, ഈ നക്സൽ സംഘടനയിൽപ്പെട്ടവരും പിന്നെ ബാക്കിയുള്ള ചെയ്തിട്ടുള്ള കുറ്റവാളി ക്രിമിനൽസിനെയല്ല, ഈ ഭീകര സംഘടനയിൽ ആരൊക്കെ ചെയ്തിട്ടുണ്ടോ അവരെല്ലാം എനിക്ക് ഇപ്പം വധശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ തൂക്കിക്കൊള്ളണത് വളരെ കുറവാണ്. വിധിച്ചു കഴിഞ്ഞാലും എനിക്കറിയാം കുറഞ്ഞ പക്ഷം നീതിപീഠത്തും പറയും യവന്മാരെ ഒരു 5-6 പേരെങ്കിലും 2-3 പേരെങ്കിലും വധശിക്ഷയ്ക്ക് വിധിച്ചു എന്നുള്ള ഒരു ശിക്ഷ വാങ്ങിക്കൊടുക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അപൂർവങ്ങളിൽ അത്യപൂർവം ഉണ്ടെങ്കിൽ വധശിക്ഷ കൊടുക്കുകയുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ അങ്ങനെ കേട്ടിട്ടുള്ളൂ. പക്ഷേ ഇതിനപ്പുറം എന്ത് അത്യപൂർവമാണ് വേണ്ടതെന്നുള്ളത് ഞാൻ നീതിപീഠത്തിനോട് പറയുമ്പോൾ ചോദ്യം ചോദിക്കണമല്ല, എനിക്ക് അറിഞ്ഞാത്തോണ്ട് ചോദിക്കുക. ഇതിനപ്പുറം എന്ത് അത്യപൂർവമാണ് വേണ്ടത്? അണ്ടനാളത്തിൻ്റെ നട്ടല് വരെ അവനെ ചവിട്ടി പൊട്ടിച്ച് എന്ന് പറയുമ്പോഴേ നീ എഴുന്നേറ്റ് നിൽക്കേണ്ട, ഒറ്റ നട്ടലുള്ള മനുഷ്യനാണ് അവൻ. കാര്യം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ബോൾഡായിട്ടുള്ള തീരുമാനം എടുക്കണം. അതുവരെ ഇവന് 3 ദിവസം വരെ ആഹാരം കൊടുക്കാതെ ചവിട്ടി പൊട്ടിച്ച് വെള്ളം പോലെ ഇറങ്ങാത്ത രീതിയിൽ ഇങ്ങനെ ചെയ്തിട്ട് ഞാൻ അവന്മാർക്ക് ഒരു വധശിക്ഷയെങ്കിലും കുറഞ്ഞ വർഷം വാങ്ങിച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനാ അവരെ അച്ഛനെന്നും പറഞ്ഞിട്ടേക്കുന്നത്? എനിക്കതുകൊണ്ട് ഈ അമ്മമാർക്ക് ഇപ്പം മുമ്പ് പറഞ്ഞതുപോലെ എല്ലാവരും ഭയങ്കര ഫാമിലിയാണ്, എല്ലാവരും ഭയങ്കര ഹോൾഡുള്ളവരാണ്. അവർക്കും രാഷ്ട്രീയപരമായിട്ടുള്ളതുകൊണ്ട് ചിലവർക്ക് ഏതോ ഒരാൾ മജിസ്ട്രേറ്റാണെന്ന് പറയുന്നു കേട്ടോ, ഇവൻ്റെ ഈ ഇതിൽപ്പെട്ട ഏതോ ഒരു അച്ഛനോ അമ്മയോ ഈ ക്രിമിനലിൻ്റെ ഒരാൾ. എനിക്കതൊന്നും ഒരു വിഷയമില്ല. എത്ര കൊമ്പന്മാരായിട്ടാണെന്നുണ്ട് എനിക്ക് യാതൊരു വിഷയമില്ല. ഇനിയിപ്പോൾ അവന് ഇന്ത്യയുടെ ഏറ്റവും വലിയ ജോലി വലിയ തലപ്പത്തിരിക്കുന്ന ഒരു ജോലിയുള്ളവൻ്റെ മകനാണെങ്കിൽ എനിക്കതൊരു വിഷയമല്ല.